أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിന്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക്, എനിക്ക് സമയമില്ല, ഞാൻ ബിസിയാണ് എന്നാണ്. എല്ലാവരും ഒരു ചെറിയ കൂലി വേലക്കാരനെ നിങ്ങൾ വിളിച്ചാൽ ആ കൂലി വേലക്കാരൻ പറയും, സമയമല്ല, ബിസിയാണ്, തിരക്കാണ്. ഇനി ഉന്നതന്മാരായ ആളുകളെ സമീപിച്ചാലും അവരും പറയാ, ഇതാ എല്ലാവരും തിരക്കില. പണ്ട് 24 മണിക്കൂർ യാത്ര ചെയ്ത് പോയിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് എത്താൻ 1 മണിക്കൂർ മതി. എന്നിട്ടും നമ്മൾ പറയും സമയമല്ല. നമ്മളൊരിക്കലും ഓർക്കാറില്ല ആ ഒരു മാറ്റത്തെക്കുറിച്ച്, അള്ളാഹു തന്ന അനുഗ്രഹത്തെക്കുറിച്ച്. 10-20 പേരടങ്ങിയിരുന്ന ഒരു കുടുംബത്തില് ഇപ്പൊ എല്ലാ കുടുംബത്തിലും 2-4 ആളുകളേ ഉള്ളൂ. എന്നിട്ടും ആ വീട്ടിലുള്ളവർ പറയും സമയമല്ല. എല്ലാവരും, ആ വീട്ടിലുള്ള സഹോദരിമാർ പ്രത്യേകിച്ച് പറയും സമയമല്ല, തിരക്കാണ്. മുമ്പൊക്കെ 1 മാസം എടുത്തിരുന്ന ആശയവിനിമയങ്ങൾക്ക് ഇപ്പോ സെക്കൻഡ് മതി. കത്തെഴുതി പോസ്റ്റ് ചെയ്ത് അതിന് മറുപടി വരണ്ടേ? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ അതിനൊരു സെക്കൻഡ് മതി. എന്നിട്ടും നമ്മൾ പറയാണ് സമയമല്ല. ഒരു കാലത്ത് കുറേ ദൂരെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖം കാണണമെങ്കിൽ, ഞാനിത് പറയുമ്പോൾ എനിക്ക് ഓരോ സംഭവം ഓർമ്മ വരുന്നുണ്ടാവും. എനിക്കോരോ സംഭവം ഓർമ്മ വരുന്നുണ്ട്. വർഷങ്ങളെടുക്കണം. 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പ്രവാസി ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും സഹോദരനായാലും ഒക്കെ തിരിച്ചു തരാറുള്ളത്. ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ മുഖം കാണാം, ജീവിതം കാണാം, സംസാരിക്കാം. എന്നിട്ടും നമ്മൾ പറയാണ് സമയമല്ല. ആലോചിച്ച് നോക്കൂ ജീവിതം. മുമ്പ് നമ്മൾ ബാങ്കിൽ പോയാൽ ബാങ്കിൽ ക്യൂവിൽ നിൽക്കണം, ഒരുപാട് സമയം വേണം.
ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും എന്താ, മൊബൈലിൽ നിന്ന് എന്റെ വീട്ടിലിരുന്ന് സെക്കൻഡുകളെ കൊണ്ട് ചെയ്യാം. എവിടെയും പോയി നമ്മളാരും ക്യൂ നിൽക്കേണ്ടതില്ല ഒന്നിനും. നിങ്ങളാലോചിച്ച് നോക്കൂ, മുമ്പൊക്കെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരും. ഇപ്പോഴോ എത്ര ചെറിയ സമയം കൊണ്ടാണ്, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടം AI കാലഘട്ടം വന്നപ്പോ എത്ര ചെറിയ സമയം കൊണ്ടാണ് എന്റെ ശരീരം മുഴുവൻ സ്ക്രീൻ ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തരുന്നത്. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, വല്ലാത്തൊരു മാറ്റം സമൂഹത്തിൽ വന്നിരിക്കുന്നു. മുമ്പുള്ള ആളുകളൊന്നും പറയാത്തൊരു വാക്കാണിത്. നിങ്ങളുടെ ഉപ്പാപ്പമാരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവരുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല സമയമില്ല, തിരക്കാണ് എന്ന്. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കണ്ണോടിച്ചാൽ കാണുന്ന നഗ്നമായ ചില സത്യങ്ങളുണ്ട്. ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരാള്, അയാള് ഒരു കൈ ഹാൻഡിലും മറ്റേ കൈ ഫോണിലുമാണ്. എന്താ പ്രശ്നം? നിർത്തി സംസാരിക്കാൻ സമയമല്ല, തിരക്കാണ്. കാർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കൈ സ്റ്റിയറിംഗിലാണ്. എത്ര ഫൈനുണ്ട് എന്ന് പറഞ്ഞാലും ശരി, മറ്റേ കൈ ഫോണിലാണ്. എന്താ പ്രശ്നം? സമയമല്ല. ഓടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സംസാരിക്കണം. വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു സംഗതി, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ വിരലുകൾ തിരക്കിലാണ്. നമ്മൾ തിരക്കിലാണ്. പ്രിയപ്പെട്ടവന്റെയോ പ്രിയപ്പെട്ടവളുടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയോ തേക്ക് നോക്കാൻ സമയമല്ല. അപ്പോഴും ബിസിയാ. നിങ്ങൾക്കറിയോ എത്ര കേസുകളാണ് ബെഡ്റൂമിൽ ദമ്പതികൾക്കിടയിൽ ഈ സോഷ്യൽ മീഡിയയുടെ തിരക്ക് വരുത്തിയത് എന്ന്. എത്രയെത്ര തലാഖുകളാണ് സംഭവിച്ചതെന്ന്. ആസ്വദിക്കേണ്ടത് അനുഭവിക്കുന്നതിന് പകരം അവിടെയും തിരക്കിലാണ്. വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ക്രീനിലാണ് എല്ലാവരും, അല്ലെങ്കിൽ ഫോണിലാണ്. ഈ ഭക്ഷണത്തിന്റെ ലഭിക്കാനില്ല അവർക്ക്. എല്ലാം അങ്ങനെയാണ്. സമയമില്ല. എന്തിനാ സമയമില്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ല, വിശുദ്ധ ഖുർആൻ വായിക്കാനോ പഠിക്കാനോ സമയമില്ല, മാതാപിതാക്കളെ കാണാനോ വിളിക്കാനോ സമയമില്ല, താൻ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനെ കാണാൻ സമയമില്ല, മനോഹരമായ ഈ പ്രകൃതി ഒന്ന് ആസ്വദിക്കാൻ, എന്നിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു തസ്ബീഹ് വരാൻ. അതാണ് യഥാർത്ഥ തസ്ബീഹ് എന്ന് പറയുന്നത്. നമുക്ക് സമയമില്ല. ചിലർക്ക് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. ബിസിയാ എല്ലാവരും. ഉറങ്ങാൻ സമയമില്ലാത്തവരുണ്ട്. എവിടെ പോയി സമയം? അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് എന്റെ ശാശ്വത ഭവനം സെക്യൂർ ചെയ്യാൻ എനിക്ക് സമയമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ അനാവരണം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് സമയമുണ്ട് ചില കാര്യങ്ങൾക്ക്. നമ്മുടെ സ്ക്രീൻ ടൈം ഈ ഫോൺ കൃത്യമായി പറഞ്ഞു തരും. എത്ര ദിവസം നമ്മൾ, എത്ര സമയം നമ്മൾ ഈ സ്ക്രീൻ ഉപയോഗിച്ചു എന്ന്. അമ്പരക്കും നമ്മൾ ഓരോ രാത്രി കിടന്നുറങ്ങുമ്പോൾ
ഞാൻ ഉപയോഗിച്ച സ്ക്രീൻ ടൈം, സോഷ്യൽ മീഡിയ ഞാൻ എത്ര സമയം വിനിയോഗിച്ചു എന്നത് നോക്കുമ്പോൾ അതിന് സമയമുണ്ട്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, IPL സമയമുണ്ട്. എത്ര ദീർഘമായ കളിയാണെങ്കിലും പന്തയം വെച്ച് കാണാൻ നമുക്ക് സമയമുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ സമയമുണ്ട്, റീൽസുകളിൽ സമയമുണ്ട്. പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ഈ മീഡിയകൾ പടച്ചുവിടുന്ന രാഷ്ട്രീയ ചർച്ചകൾ കാണാൻ, കേൾക്കാൻ, അന്തിച്ചർച്ചകളിൽ ആവേശത്തോടെ ഇരിക്കാൻ നമുക്ക് സമയമുണ്ട്. നമ്മൾ അറിയണം സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി വേണം നമ്മുടെ കുറച്ച് സമയം. അതിലേക്കാണ് നാം എത്തേണ്ടത്. ലോകം വളരെ സിമ്പിളായി വരാം. നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാം. വളരെ സിമ്പിളായി വരാം. സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചിരിക്കുന്നു. ദൂരങ്ങൾ അപ്രത്യക്ഷമായി അടുത്തു വന്നിരിക്കുന്നു. സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അവസരങ്ങൾ ധാരാളമായി വളർന്നിരിക്കുന്നു. എന്നിട്ടും നമ്മൾ ഈ വാക്ക് പറയുന്നുവെങ്കിൽ അതിനർത്ഥം നാം നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാണ്. നമ്മൾ മറക്കുകയാണ്. നിശബ്ദമായി ഒരല്പസമയം ഇരിക്കാൻ ആർക്കും സമയമല്ല. ജുലൂസുൽ ഖൽവയുണ്ട്, നിശബ്ദമായ ഒരു ഇരുത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഇരുത്തമാണത്. സഹാബത്ത് ഇരുന്ന ഇരുത്തമാണ്. ഒന്ന് സ്വന്തത്തോടൊന്ന് സംസാരിക്കണം. ഹദ്ദിസ് നഫ്സക്. കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് നമ്മളോടൊന്ന് സംസാരിച്ചു നോക്കൂ. നമ്മൾ സമയം കാണണം. നമ്മളെ സ്വയം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എന്താ, ഞാൻ ആരാ, ഞാനിതൊന്നുമല്ല. ഈ വസ്ത്രം ഇല്ലെങ്കിൽ ഞാൻ ഇതല്ല. എന്റെ ഒരു ഒറിജിനൽ പിക്ചറുണ്ട്, അതെനിക്കേ അറിയൂ. നമ്മളൊന്ന് ആലോചിക്കണം അതിനെക്കുറിച്ച്. കുറച്ച് ശുദ്ധമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃത്രിമത്വമില്ലാത്ത ശുദ്ധമായ നിമിഷങ്ങൾ. നമുക്ക് സംസാരിക്കാൻ, ആലോചിക്കാൻ, ചിരിക്കാൻ, നമ്മുടെ റബ്ബിനെ കാണാൻ, അനുഭവിക്കാൻ, റബ്ബിന്റെ സന്നിധിയിൽ ലയിച്ചു ചേരുവാൻ. ഒരന്തിമ സത്യം നമ്മൾ ഓർക്കണം. എത്ര നാം സമയമില്ലെന്ന് പറയാലും ഒരു ദിവസം നമ്മൾ വഴുതി വീഴും. അന്ന് സമയം നമ്മളെ കാത്തു നിൽക്കുകയില്ല. ഈ ആവലാതി നമ്മൾ എത്ര ദിവസം പറയും, ആരോടൊക്കെ പറയും? അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ അവസ്ഥ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഇന്നും ഇവിടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്ന ഒരുപാട് രോഗികൾ നമ്മളൊക്കെ അറിയുന്നവരുണ്ട്, കുടുംബത്തിലുണ്ട്. നമ്മുടെ സഹോദരന്റെ പുത്രൻ ഒരുപാട് ദിവസമായി കോമയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് സമാധാനവും ശിഫയും നൽകുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ സമയമില്ലെന്ന് പറയുന്ന ആരും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരും എത്ര ദിവസം പറയും, എത്ര തവണ പറയും? ഹത്താ സുർതുമുൽ മഖാബിർ. അക്ബറുകളിലേക്ക് എത്തുന്നത് വരെയല്ലേ സംസാരമുള്ളൂ, ഇത് പറയുള്ളൂ. ഇനി അങ്ങനെ പറയരുത് കേട്ടോ. സൗഫ തഅലമൂൻ. അറിയാൻ പോകുന്നുണ്ട്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആവർത്തിച്ചു പറഞ്ഞു അല്ലാഹു. ഇന്ന് ഫജ്ർ നമസ്കരിച്ചപ്പോ നിങ്ങളൊക്കെ കേട്ട ഒരു വചനമുണ്ട്. ആ വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. അതൊരു വല്ലാത്ത വചനമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നു നിന്ന് സമയമില്ലെന്ന് ദുനിയാവിൽ ചാവലാതി പറഞ്ഞ് അള്ളാഹുവിനെ മറന്ന്, അള്ളാഹുവിൽ ലയിക്കാൻ മറന്ന്, അള്ളാഹുവിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ മറന്ന മനുഷ്യന്റെ ദുര്യോഗം. അവൻ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്ന രംഗം അള്ളാഹു വരച്ചു കാണിക്കുകയാണ്. ഇതെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും
ഫജ്ർ നമസ്കാരത്തിൽ അതാണ് കേൾക്കുന്നത്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. അറിയണം, ഇത്തരം കുറ്റവാളികൾ, ഇവർ കുറ്റവാളികളാണ്. കളവ് പറഞ്ഞതാ. സമയം എവിടെ പോയത്? നമ്മുടെ ഒപ്പാപ്പന്മാരുടെ കാലത്തുള്ള അതേ സമയം ഇപ്പോഴുമില്ലേ? അവരാരും പറയാത്ത സമയമില്ലെന്ന വാക്ക് പറയാൻ നിങ്ങൾ ആലോചിക്കൂ. അവരുടെ കാലഘട്ടത്തേക്കാൾ ടെക്നോളജി വികസിച്ചില്ലേ? ദൂരം കുറഞ്ഞില്ലേ? ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാം അടുത്തു വന്നില്ലേ? അവരായിരുന്നു പറയേണ്ടത് സമയമില്ലെന്ന്. നമ്മളല്ലാതെ മറ്റാരാണ് മുജ്രിമുകൾ? വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. തല താഴ്ത്തി നിൽക്കും. ആരുടെ മുമ്പിൽ? റബ്ബിന്റെ മുമ്പിൽ. എന്തേ തല താഴ്ത്തി നിന്നത്? ഞാൻ സ്വയം സമ്മതിക്കുകയാണ്, ഞാൻ കുറ്റവാളിയാണ് എന്ന്. അള്ളാഹു നമുക്ക് സമയം തന്നു, ഇഷ്ടംപോലെ സമയം. എന്നിട്ട് അവിടെ എത്തിയവൻ പറയുകയാണ്, റബ്ബനാ അബ്സർനാ വസമിഅനാ. റബ്ബേ, ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്ക് കണ്ടത്, ഞങ്ങൾ കേട്ടത്. ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു നല്ല 2 കണ്ണ് തന്നിരുന്നു കാണാൻ, നല്ല 2 കാതുകൾ തന്നിരുന്നു, നല്ല ശ്രവണശക്തിയുള്ള കാതുകൾ കേൾക്കാൻ. പക്ഷെ കണ്ടില്ല, കേട്ടില്ല, മനസ്സിലാക്കിയില്ല, ചിന്തിച്ചില്ല. ഇത് പറയുമ്പോ, ഞാൻ ബിസിയാണെന്ന് പറയുമ്പോ, എനിക്ക് സമയമില്ലെന്ന് പറയുമ്പോ, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ ഒരു ചെറിയ നേരം അള്ളാഹു നൽകിയ ഈ മഹാ അനുഗ്രഹത്തെക്കുറിച്ച്? എന്നിട്ട് അവിടെ വെച്ച് പറയാ, ഫർജിഅനാ, എനിക്കൊരു ചാൻസ് തരണം, എനിക്കൊരു ചാൻസ് തരണം. ആരോടാ ചോദിക്കണത്? എന്തിനാ ചാൻസ്? നഅമൽ സാലിഹൻ. ഒരു ചാൻസ് തന്നാൽ ഞാൻ തിരിച്ചുപോയി കുറച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. സുബ്ഹാനല്ലാഹ്. ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതാ ഉറപ്പായിട്ടുണ്ട് ആ പറഞ്ഞതൊക്കെ അബദ്ധമായിരുന്നു. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഒരു സമയത്തെ നമ്മളൊക്കെ അഭിസംബോധന ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ സാക്ഷികളാവേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. ഇത്തരം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ബന്ധങ്ങൾക്ക് സമയം നൽകണം. അത് കുടുംബ ബന്ധമായാലും സുഹൃൽ ബന്ധമായാലും അതിന് കുറച്ച് സമയം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. നമുക്ക് സമാധാനം കിട്ടാൻ കുറച്ച് സമയം കൊടുക്കണം. നമുക്ക് ഉന്മേഷത്തിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പൊ നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കുകയാണ്. ഇത് മാറണം. സമയമില്ല എന്നത് സത്യമല്ല, ശുദ്ധ അസംബന്ധമാണ്. ശുദ്ധ അസംബന്ധമാണ്. അതല്ലെങ്കിൽ അതൊരു ശീലമായി മാറി. എല്ലാവരും പറയുന്നത് കേട്ടു, നമ്മുടെ കുട്ടികൾ ഇത് കേട്ടല്ലേ വളരണേ. ആ ശീലം അവരിലേക്ക് വരും. നമുക്ക് സമയമുണ്ടാകണം. ഒന്ന് കേൾക്കാൻ, ഒന്ന് ഉപദേശിക്കാൻ, ഒരഭിപ്രായം പറയാൻ, ഒരു തമാശ പറയാൻ, ഒരു തമാശ കേൾക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ഒരു പുഞ്ചിരി തിരിച്ചു നൽകാൻ, ഒരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ, നമ്മുടെ ഉള്ളറിഞ്ഞ് ഒരു സുബ്ഹാനല്ലാഹ് ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, ഹൃദയമറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കാൻ. ഇതിനൊക്കെ നമുക്ക് സമയമുണ്ടാകണം. ഇതിന് സമയമില്ല എന്ന നമ്മുടെ വാദം തെറ്റാണ്. ഒരു സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബുസ് സമാൻ. സമയം, കാലം അടുത്തു വന്നു എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് ലോകം അവസാനിക്കുക. എന്നിട്ട് തിരുമേനി ആ വാചകം വിശദീകരിച്ചു. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു. ഫതകൂനു സന കശ്ശഹർ. ഒരു വർഷം ഒരു മാസം പോലെ തോന്നും. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാവും. വശ്ശഹ്റു കൽ ജുമുഅ. ഒരു മാസം ഒരാഴ്ചയെപ്പോലെ അനുഭവപ്പെടും. വതകൂനുൽ ജുമുഅ കൽ യൗം. ഒരാഴ്ച ഒരു ദിവസത്തെപ്പോലെ അനുഭവപ്പെടും. വയകൂനുൽ യൗം കസ്സാഅ.
24 ദിവസം 1 മണിക്കൂർ പോലെ അനുഭവപ്പെടും. പെട്ടോ? എന്താ പ്രശ്നം? ഇന്നത്തെ ദിവസത്തിനും അന്നത്തെ ദിവസത്തിനും ഒരേ മണിക്കൂറുകളല്ലേ? ഇന്നത്തെ മാസത്തിനും അന്നത്തെ മാസത്തിനും ഒരേ ദിനങ്ങളല്ലേ? ഇന്നത്തെ വർഷത്തിനും അന്നത്തെ വർഷത്തിലും ഉള്ളത് ഒരേ മാസങ്ങളല്ലേ? ഇമാം ഇബ്നുൽ ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നൽ മുറാദ് നസ്ഉൽ ബറക മിൻ കുല്ലി ഷൈ. പ്രശ്നം അതാണ്, എല്ലാറ്റിൽ നിന്നും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി, ബറക്കത്ത് ഊരിയെടുത്തപ്പെട്ടു എല്ലാറ്റിൽ നിന്നും. ഹത്താ മിനസ് സമാൻ, സമയത്തിന് ബർക്കത്തുണ്ടോ? സമയത്തിന്റെ ബർക്കത്ത് പോലും നഷ്ടപ്പെട്ടു പോയി. നമ്മൾ സാധാരണ പണത്തിന്റെ ബർക്കത്ത്, റിസ്കിന്റെ ബർക്കത്ത്, വീടിന്റെ ബർക്കത്തും ഒക്കെ പറയും. സമയത്തിന്റെ ബർക്കത്തോ? അതാണ് സംഭവിച്ചത്. അതല്ലെങ്കിൽ ഇമാം പറഞ്ഞതുപോലെ ഖില്ലത്തുൽ ബറക, ഖില്ലത്തു ബറകത്തി സമാൻ. ബർക്കത്തുണ്ട്, പക്ഷേ അത് കുറഞ്ഞുപോയി, വളരെ കുറഞ്ഞുപോയി. കുറഞ്ഞുപോയപ്പോ എന്തായിപ്പോയി? അതിന്റെ എല്ലാ ഉപകാരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം കാരണം പറഞ്ഞു, അന്നന്നാസ ലികസ്റതി ഇഹ്തിമാമിഹിം ബിമാ ദഹമഹും മിനൻ നവാസിലി വശദാഇദ്. ജനങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന, ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പല തരങ്ങളിൽ, പല വിഷയങ്ങളിലും അവർ വ്യാപൃതരായി. അതാണ് ശരിക്ക് സത്യം. നമ്മുടെ ഉപ്പാപ്പന്മാരെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. അവർക്ക് ബിസിയാണെന്ന് പറയാൻ മണിക്കൂറുകൾ അവർ ഫേസ്ബുക്കിലോ അതുപോലെയുള്ള ഏതെങ്കിലും മീഡിയകളിലോ ചെലവഴിക്കേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഇത് സംഭവിച്ചിരിക്കുന്നു. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ, നമ്മുടെ ജീവിതം ഇതിന് സാക്ഷിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന്. എനിക്ക് അനുഭവപ്പെടുകയാണ്, എന്റെ സമയത്തിന്റെ ബർക്കത്ത് എനിക്ക് നഷ്ടപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെടുകയാണ്. എല്ലാവർക്കും. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മുടെ ഉപ്പാപ്പമാർക്ക് ജീവിതത്തിൽ അവർക്ക് അവരുടെ സമയം ഏറെയായിരുന്നു, ഒരുപാട് സമയം. നിങ്ങൾ ആ പഴയ ആളുകളോട്, ഉപ്പമാരൊക്കെ അല്ലെങ്കിൽ വല്യപ്പന്മാരൊക്കെ വീട്ടിൽ നിന്നെങ്കിൽ ഒന്ന് ചെന്ന് ചോദിക്കണം, എത്ര സമയമാണ് അവര് കുടുംബത്തിൽ ചെലവഴിച്ചിരുന്നത്, പള്ളിയിൽ ചെലവഴിച്ചിരുന്നത്, തസ്ബീഹുകൾക്കും ദിക്റുകൾക്കും വേണ്ടി ചെലവഴിച്ചിരുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നത്. ഇന്ന് സത്യത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടുപോയി. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, എല്ലാവരും മനസ്സിലാക്കണം, ഈ സമയമെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ആയുസ് എന്ന് നമ്മൾ പറയല്ലോ. എന്താണ് ഈ ആയുസിന്റെ അടിസ്ഥാനം? ആയുസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഈ സമയമല്ലേ? നമ്മൾ പറയണം, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണെന്ന്? നിങ്ങൾക്ക് ഈ സമയവും സൗകര്യങ്ങളൊക്കെ തന്നത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കണ്ട. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല, നമ്മുടെ അടുത്തേക്ക് മടങ്ങേണ്ടി വരില്ല, മടങ്ങി വരേണ്ടി വരില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ അങ്ങനെ വിചാരിച്ചതുകൊണ്ടാണ് നമുക്ക് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾക്ക് സമയമില്ലാതെ പോയത്. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര പേരുണ്ട് നിസ്കരിക്കാൻ സമയമില്ലാത്തവർ അല്ലേ? എന്തിനാ നമ്മളെ സൃഷ്ടിച്ചത്? നിങ്ങൾ ആലോചിച്ചു. സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിൽ ഒരു 5 മിനിറ്റ് തലകുനിച്ചൊരു നന്ദി പറയാൻ സമയമില്ലാത്തവണ്ണം. അപ്പൊ സത്യത്തിൽ അള്ളാഹ് പറഞ്ഞത് ശരിയല്ലേ? നമുക്ക് ബോധ്യം വരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതേ എങ്ങോട്ടും പോകാനൊന്നുമില്ല എന്നാ. ഓരോ മയ്യത്ത് കെട്ടലിന്റെ പിന്നാലെ നമ്മൾ നടന്നു പോകുമ്പോഴും നമ്മൾ കരുതുന്നത് എനിക്ക് സമയമായിട്ടില്ല എന്നാ.
രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാവരും ഓർക്കണം സഹോദരന്മാരെ, സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തിയത് നമ്മുടെ മഅസിയത്തുകളാണ്, പാപങ്ങൾ. നമ്മൾ ആലോചിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. സമയത്തിന്റെ ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമ്മുടെ പാപങ്ങളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഈ ബർക്കത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന സംഗതികൾ, അതിലൊന്നാമത് മഹ്ബ് ബറക്കത്തുൽ ഇൽം എന്നാണ്. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, വായിക്കാൻ സമയമല്ല, ഖുർആൻ വായിക്കാൻ സമയമല്ല, ഖുർആൻ പഠിക്കാൻ സമയമല്ല. നോക്കൂ, നമ്മളെല്ലാവരും അറിയാം നമുക്ക് മരിച്ചു പോകും, ഇവിടെയുള്ളതല്ല യഥാർത്ഥ ജീവിതം, ശാശ്വത ജീവിതം പരലോകമാണ്, അവിടെ ചെന്ന് ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പഠിച്ച്, പക്ഷെ അതിന് സമയമല്ല നമുക്ക്. ആ ഇൽമ്, അതിന് നാം കുറച്ചു സമയം ചെലവഴിക്കണമെന്ന വിജ്ഞാനം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നോക്കൂ, വിജ്ഞാനമെന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ഒരു പ്രകാശമാണ്. ആ പ്രകാശം കെടുത്തുക നമ്മുടെ പാപങ്ങളാണ്. കണ്ണ് കാണാതായിപ്പോയി നമുക്ക്. എത്ര സ്ഥലത്താ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ വിചാരണ പറയുന്നത്. നമ്മൾ ചോദിക്കും അള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട്, റബ്ബേ എനിക്ക് നല്ല 2 കാഴ്ചയുള്ള ശക്തിയുള്ള കണ്ണുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എന്നെ എന്തേ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി? വല്ലാത്ത ചോദ്യ. അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടപ്പെടും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. നിങ്ങൾ ആലോചിക്കണം, ഒരു വെള്ളിയാഴ്ച ദിവസം പോലും ജുമഅക്ക് 12:45 ബാങ്ക് എന്നെല്ലാവർക്കും അറിയാം. അതിന്റെ മുമ്പ് വരാൻ സമയമില്ലാത്ത വിധം നാം എന്തായിപ്പോയി? സമയമല്ലാന്നാ പറഞ്ഞത്. ഒരാഴ്ചയിൽ ഒരു ചെറിയ സമയം അള്ളാഹു, നോക്കൂ, അള്ളാഹ് സൃഷ്ടിച്ചതാ നമ്മളെ. ശ്വസിക്കാനുള്ള എല്ലാം തന്നത് അള്ളാഹുവാണ്, സംവിധാനം തന്നത് അള്ളാഹുവാണ്. ഏത് സമയത്തും തിരിച്ചെടുക്കും. ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നത് സംവിധാനിച്ചു. ഇതൊന്നും ആർക്കും സംശയമല്ല, വാക്കിൽ സംശയമില്ല, പക്ഷെ പ്രവൃത്തിയിൽ സംശയം. സമയമല്ല. നമ്മൾ മനസ്സിലാക്കണം, വലിയൊരു ദുര്യോഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്. വലിയൊരു ദുര്യോഗത്തിലേക്കാണ് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഭയങ്കര ഗൗരവമുള്ള സംഗതി. മൂന്നാമത്തെ കാര്യം, നമുക്ക് സത്യത്തിൽ ഈ സമയത്തിന്റെ ബർക്കത്തിനെ കുറിച്ച് അറിയില്ല, സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഈ റീൽസോ അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ കാണുന്ന കേൾക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താ പ്രശ്നം എന്നറിയോ? ആ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്തിന്റെ പ്രാധാന്യം അവർക്കറിയില്ല. അവർ വിചാരിച്ചത് ഈ സാധനം നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന ഈ ബിരിയാണി ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഹെൽത്തിയാകും, എനിക്ക് മതിയാകും. നോ സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. മനുഷ്യന്റെ ബയോളജിക്കൽ രീതി വെച്ച് പോലും പറയുന്നത്, നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ നാവിലൂടെ ഇറങ്ങിപ്പോകുന്നത്, നമ്മുടെ നാവിലൂടെ നമ്മുടെ ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ആ ഭക്ഷണത്തിന്റെ നന്മകൾ, അതിന്റെ നല്ല അംശങ്ങൾ ശരീരത്തിന് വലിച്ചെടുത്ത് നൽകാൻ, അതൊക്കെ പോയില്ലേ? കാരണം ശ്രദ്ധ മുഴുവൻ എവിടെയാ? നിങ്ങൾ ആലോചിക്കൂ, ഇത് എന്തൊരു വിഡ്ഢിത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊരു പമ്പര വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ ഓർക്കണം സഹോദരന്മാരെ. ഒരിക്കലും പാടില്ല, നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ മഹാ അത്ഭുതം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളെക്കുറിച്ച് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മറിച്ചു നോക്കൂ, വല്ലൈലി ഇദാ യഗ്ശാ, രാത്രി എന്ന സമയം, വൽ ഫജ്ർ, ഫജ്ർ എന്ന സമയം, പ്രഭാതം, വദ്ദുഹാ. എന്നിട്ട് അവസാനം അള്ളാഹു വല്ലാത്തൊരു സത്യം ചെയ്തിട്ടുണ്ട്, വൽ അസ്ർ, വൽ അസ്ർ, കാലമാണ് സത്യം. എന്തേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ, ഒരു വിഷയത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കണം ആ വിഷയത്തിന്റെ പ്രാധാന്യമാണത്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. രാത്രി പ്രധാനപ്പെട്ടതാണ്, ഫജ്ർ സമയം പ്രധാനപ്പെട്ടതാണ്, ദുഹാ സമയം പ്രധാനപ്പെട്ടതാണ്, വൽ അസ്ർ അല്ല, കാലം മുഴുവൻ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിവരിച്ച ഒരു വചനം നമുക്കെല്ലാവർക്കും അറിയാലോ. മനുഷ്യന്റെ 2 കാലടികളും മുമ്പോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു സ്റ്റെപ്പ് മുമ്പോട്ടേക്കാൻ പറ്റില്ല. ഇവിടെയല്ലേ ഉള്ളൂ, ഇവിടെ നമുക്ക് അള്ളാഹു ഈ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ. ചലിക്കാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ഇവിടെയുള്ള സംവിധാനം മാത്രമാണ്. പിന്നെ അതിന് പറ്റൂല. റൂഹ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ആത്മാവ് ശരീരത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചെടുത്താൽ ഇതിനൊന്നും സംവിധാനമില്ല. കാല് മുമ്പോട്ട് വെക്കണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ വിഷയം, ഒന്നാമത്തെ വിഷയം എന്താ അറിയോ? അൻ ഉംരിഹി ഫീമ അഫ്നാഹ്. അവന്റെ ആയുഷ്കാലം, അവന്റെ സമയം, അവന്റെ മണിക്കൂറുകൾ, അവന്റെ മിനിറ്റുകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമ്മളെല്ലാവരും ആലോചിക്കണം സഹോദരന്മാരെ. സമയം വല്ലാത്തൊരു നിഅമത്താണ്. ആ നിഅമത്തിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. അതിന്റെ ബർക്കത്തിനെ കുറിച്ച് ബോധം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. 2 നിഅമത്തുകൾ മഹാഭൂരിപക്ഷം ജനങ്ങളും അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. ഒന്നാമത്തേത് ആരോഗ്യമാണ്, രണ്ടാമത്തേത് സമയമാണ്, വിശേഷിച്ചും ഒഴിവ് സമയം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ സമയത്തിൽ ചില ചേഞ്ചുകൾ വരുത്തേണ്ടതുണ്ട്. തീരുമാനങ്ങളിൽ ചില ചേഞ്ചുകൾ വരുത്തേണ്ടതുണ്ട്. ശീലങ്ങളിൽ ചില ചേഞ്ചുകൾ വരുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ഉപ്പമാരോടും ഉമ്മമാരോടും ഒക്കെ പോയി ചോദിക്കണം എന്താണ് ഇതിന്റെ അവസ്ഥ. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിച്ചു, ഫീകം യൗം തഖ്തിമുൽ ഖുർആൻ. ഇത് നിങ്ങൾ ഉപ്പാപ്പന്മാരോടൊക്കെ ചോദിച്ചറിയും, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഖുർആൻ പൂർത്തിയാക്കുക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം, ഫിസ് സലാ അം ഫി ഖാരിജി സലാ. നിങ്ങൾ ചോദിക്കുന്നത് നമസ്കാരത്തിൽ പൂർത്തിയാക്കുന്നതാണോ, അല്ല നമസ്കാരമല്ലാത്ത സമയത്ത് പൂർത്തിയാക്കുന്നതാണോ എന്ന്. അപ്പൊ അവർ പറഞ്ഞു രണ്ടും പറയും. നമസ്കാരത്തിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, നമസ്കാരത്തിന്റെ പുറത്ത് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, അതാണ് രണ്ടും. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾ കൃത്യമായിട്ട് പറയും ഏതാ എനിക്ക് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു, നമസ്കാരത്തിൽ എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കും ഖുർആൻ. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഫി സ്വലാത്തിൽ ലൈൽ അം ഫി സ്വലാത്തിൻ നഹാർ. നിങ്ങൾ ചോദിക്കുന്നത് രാത്രി നിസ്കാരാണോ പകൽ നിസ്കാരാണോ? നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു സ്റ്റെപ്പുണ്ടല്ലോ. നമുക്ക് സമയമില്ലല്ലോ, രാത്രി നിസ്കാരത്തിലാണോ പകൽ നിസ്കാരത്തിലാണോ? അപ്പൊ അങ്ങനെയായിരുന്നു മനുഷ്യർ ജീവിച്ചത്. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവരൊക്കെ അങ്ങനെ ജീവിച്ചത്. ഇതൊക്കെ വ്യത്യസ്തമായി വർഗീകരിച്ച് അവരതിനെയൊക്കെ കണ്ടിരുന്നു. നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സത്യമാണ്, നമ്മുടെ സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആയുസ്സിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി റിസ്ഖിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ഞാൻ ബിസിയാണ്, എനിക്ക് തിരക്കാണ്, എനിക്ക് സമയമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ നമ്മൾ രക്ഷപ്പെടണം സഹോദരന്മാരെ, രക്ഷപ്പെടണം. രക്ഷപ്പെട്ടെങ്കിലേ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ബർക്കത്ത് കിട്ടാൻ അത് സമയമായാലും മറ്റെന്ത് വിഷയമായാലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ബർക്കത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല, തികയില്ല. കീശക്കോട്ട് അനുഭവപ്പെടും. ഈ സമയത്തിന് അനുഭവപ്പെട്ടതുപോലെ തന്നെ ഇപ്പൊ സമയമില്ല എന്ന് നമ്മൾക്ക് തന്നെ അനുഭവപ്പെടാൻ തുടങ്ങിയില്ലേ? എനിക്ക് സമയമില്ല, ഞാൻ തിരക്കാണ് എന്ന്. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾക്ക് കിട്ടേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്കാൻ ചെയ്യണം. നമ്മളിപ്പോൾ ശരീരത്തെയാണ് സ്കാൻ ചെയ്യാറുള്ളത്. അതിന് പകരം നമ്മുടെ ജീവിതത്തെ, അതിന് നിങ്ങൾ ഒരു സ്കാനിങ് സെന്ററിലും പോണ്ട, കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. എന്താണ് എന്റെ ജീവിതം? എവിടെയാണ് എനിക്ക് അപാകതകളുള്ളത്? എവിടെയാണ് എനിക്ക് തെറ്റുകൾ പറ്റുന്നത്? എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രാജുവലായെങ്കിലും ക്രമേണയെങ്കിലും
ക്രമാനുഗതമായെങ്കിലും അകലാൻ ശ്രമിക്കണം, പരിശ്രമിക്കണം. സത്യമാണ്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ അകൽച്ചക്കുള്ള പരിശ്രമം അത് യാഥാർത്ഥ്യമാണെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലനാ, ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിലേക്ക് അവരെ നാം കൈപിടിച്ചു കൊണ്ടുപോകും. ഒന്നാമതായി നമ്മൾ സ്കാൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ, തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുണ്ട്. ഈ തഖ്വയാണ് ബർക്കത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അത് ഈ ബർക്കത്ത് ഇങ്ങനെ ഒലിച്ചു വരിക. നമ്മൾ ചില നദികളൊക്കെ അതിന്റെ ഉറവിടം ഹിമാലയൻ പർവ്വതമാണെന്നൊക്കെ പറയലുണ്ട്. അതേപോലെ ബർക്കത്ത് ഒലിച്ചു വരുന്ന സ്ഥലം തഖ്വയാണ്. അതാണ് നമ്മൾ നോക്കൂ, നമ്മൾ ഒരു നാട്ടുകാര് അവര് തഖ്വയുള്ളവരായാൽ അള്ളാഹുവിന്റെ വാക്കാ ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നുകൊടുക്കും ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബർക്കത്തുകൾ. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂന്നാമതായി സഹോദരൻ, നമ്മളെപ്പോഴും നമുക്കില്ലാത്ത ഒരു സംഗതി, നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകണം. ഇതൊരു വല്ലാത്ത വിഷയമാണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സംഗതിയാണ്. എല്ലാത്തിനോടും ഒരു നിഷേധാത്മകം. മക്കൾക്കാണെങ്കിൽ ഉമ്മമാരോടൊന്നും ഒട്ടും നന്ദിയില്ല. ഒരു തരം നിഷേധാത്മകം, ഒരു പ്രത്യേക മുഖഭാവം. വല്ലാത്തൊരവസ്ഥയല്ലേ? നമുക്ക് അള്ളാഹുവിനോട് തീരെ നന്ദിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും എന്തേ മനുഷ്യരെ ഈ സമയം തന്ന, ആയുസ് തന്ന, ജീവിതം തന്ന റബ്ബ് പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമില്ലാതെ പോയി. നമ്മൾ ആലോചിക്കണം സാധനം. അല്ലാഹു തആല പറഞ്ഞതാ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ ശുക്റുള്ളവരാണ്, നന്ദിയുള്ളവരാകുമെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. അല്ല, നിങ്ങളിൽ നിന്ന് വരുന്നത് നന്ദികേടാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ സഹിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ള വിഷയം. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമയവും നമ്മുടെ റിസ്ഖും എല്ലാം നമുക്ക് ബർക്കത്തുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അല്ലാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. സമാധാനമുള്ള ജീവിതം ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണമേ. അവരിൽ നിന്ന് നിന്നെ കണ്ടുമുട്ടിയവർക്ക് ശുഹദാക്കളുടെ സാന്നിധ്യവും സൗകര്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ സമയത്തിലും ഞങ്ങളുടെ റിസ്ഖിലുമൊക്കെ അല്ലാഹുവേ ധാരാളമായി ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.